ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 2 വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. നേന്ത്രങ്കായുടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ആ മേളിലത്തെ തൊലി എല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട്. ഈ 2 എണ്ണത്തിൻ്റെയും മാറ്റിയിട്ടുണ്ട്. നമുക്കിതാ ഈ പരുവത്തിൽ നമ്മൾ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നല്ല ഔഷധ ഗുണം ധാരാളം ഉണ്ട് ഇതിൽ. ലേഡീസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തോരൻ വെച്ച് കഴിക്കണം. നല്ല ടേസ്റ്റ് ഹെൽത്തുമാണ്. അതിനായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വാഴക്കൂമ്പ്. അത് കറ പോകാനാണ്. ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. വെളിച്ചെണ്ണ. അതിനുശേഷം കടുകും പിന്നെ 2 ടീസ്പൂൺ നിലക്കടലയും ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു സബോള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 2 ഇതൾ കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചതാണ്. നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി കൊടുത്ത ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ വാഴക്കൂമ്പ് വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് ചെറിയൊരു കയ്പ്പുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറ പോലെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം അരമുറി തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒരു വേവിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോര റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.